ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. പേരും ജോലിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷാൻ റഹ്മാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു 38 ലക്ഷം രൂപ അല്ലെങ്കിൽ 39 ലക്ഷം രൂപയുടെ ചീറ്റിംഗ് കേസ്, വഞ്ചന കേസ് ഫയൽ ചെയ്തതോട് ബന്ധപ്പെട്ട് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ ഷാൻ റഹ്മാൻ നേരത്തെ പത്രപ്രസ്താവനയോടെയാണ് പ്രതികരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അയാളുടെ ചാനലിലൂടെ നേരിട്ട് വീഡിയോയിൽ വന്ന് എക്സ്പ്ലനേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. വീഡിയോ ഏകദേശം 11 മിനിറ്റുള്ള വീഡിയോ ആണ്. ഞാനത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ വീഡിയോയിലെ ഒരു ഭാഗം പോലും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. കാരണം ഇതിൽ ഷാൻ റഹ്മാൻ പ്രത്യേകം പറഞ്ഞതിന്റെ അവസാനം വരെ എല്ലാവരും കാണണമെന്ന്. അപ്പൊ അതുകൊണ്ട് റിയാക്ട് ചെയ്യുമ്പോഴും ആ വീഡിയോ അവസാനം വരെ കാണിക്കണമെന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുള്ളത് കൊണ്ട് വീഡിയോ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഇത്തിരി നീളം കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗത കൂട്ടിയിട്ടിട്ട് കാണാമല്ല 1.5x 1.25x 1.75x എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേഗത കൂട്ടിയിട്ട് കാണാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. നമുക്ക് നേരെ വീഡിയോ കണ്ട് മറുപടി പറഞ്ഞു പോകാം. ഹലോ. വളരെ സങ്കടകരമായ 2 ആഴ്ചകളിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയത്. ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഇത്രയും വൈകിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ, കേസ് കോടതിയിലേക്ക് പോയിട്ട് പോലും ഇല്ല. അപ്പോഴേക്കും മീഡിയ ട്രയൽ കഴിഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും ചീറ്റേഴ്സായി. ചില ചാനലുകളിൽ 33 ലക്ഷം, ചിലതിൽ 35, ചിലതിൽ 38, ചിലതിൽ കോടികൾ. ഇത്ര രൂപ ഞാനും അവളും പിന്നെ പറ്റിച്ചു. ഞാൻ ഒളിവിലാണെന്നുള്ള വാർത്ത വന്നു, ഞാൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത വന്നു. എന്റെ സൈഡ് എന്താണെന്ന് ആരും ചോദിച്ചില്ല. ആ തെറ്റായ നിരീക്ഷണമാണ്. നിങ്ങളുടെ സൈഡ് എന്താണെന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഈ വീഡിയോ ഫസ്റ്റ് ഇട്ട ആൾ മുതൽ, അത് ഞാൻ ആദ്യം കാണുന്നത് മൂപ്പൻസ് വ്ലോഗാണ്. മൂപ്പൻസ് വ്ലോഗിൽ മുതലുള്ള ആളുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യം കേട്ടിട്ടില്ല, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് വൈകിപ്പിച്ചത് ഷാൻ റഹ്മാനാണ്. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഷാൻ റഹ്മാനെ തന്നെയാണ്, അല്ലാതെ ബാക്കി ആർക്കുമല്ല. പിന്നെ ഈ കേസിന് അടിസ്ഥാനമാക്കിയിട്ട് ആൾക്കാർ സംസാരിച്ചത്, കാരണം കേസിലെ FIR പറഞ്ഞിരിക്കുന്ന ഭീമമായ തുക പറ്റിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചിട്ട് നിജു പറഞ്ഞൊരു 39 ലക്ഷം രൂപയുടെ ചെലവ് വന്നിരിക്കുന്ന കാര്യം പറയുന്നു. അങ്ങനെയാണ് 39 ലക്ഷം രൂപ വഞ്ചിച്ചു എന്ന് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞ ചാനൽ നിങ്ങൾക്ക് ഐക്കൺ കണ്ടാൽ അറിയാം ഏത് ചാനലാണെന്നുള്ളത്. അത് അവരുടെ ഇഷ്ടം. പക്ഷെ എന്നേരം ഞാൻ അടക്കമുള്ളവർ സംസാരിച്ചിരുന്ന 38-39. പിന്നീട് കഴിഞ്ഞൊരു പത്രക്കുറിപ്പിൽ നിങ്ങളൊരു സംഭവം ഇട്ടിരിക്കുന്നു 51 ലക്ഷം. അപ്പം ഞാൻ ചോദിച്ചത് 51 ലക്ഷമാണോ 40 ആണോ 38 ആണോ എന്ന് ചോദിച്ചെന്നല്ലാതെ നമ്മൾ കയറ്റി പറഞ്ഞിട്ടില്ല. എന്തായാലും ബാക്കി എന്താ പറയുന്നത് കേട്ടോക്കാം. അപ്പൊ അത് കൂടാതെ ഈ പറഞ്ഞ നിജു എന്ന് പറഞ്ഞ വ്യക്തി പോലീസിൽ നിന്നും മീഡിയയിൽ നിന്നും മറച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇത് അവസാനം വരെ കാണണം, പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. തീർച്ചയായിട്ടും അവസാനം വരെ കാണാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു എഡിറ്റ് പോലും വരുത്തിയിട്ടില്ല. അവസാനം വരെ കാണിക്കുന്നതായിരിക്കും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരായിരിക്കും ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്നാണ്. ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എൻ്റെ വൈഫ് സൈറയും ഞാനും കൂടെ ഒരുമിച്ചുള്ള നമ്മുടെ ഒരു ബേബി ആണ് ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് 2024 ദുബായിൽ ഉയരെ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ചെയ്തു. എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു വലിയൊരു ഷോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് ഹിറ്റായിരുന്നു. അപ്പൊ നമുക്ക് അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ എന്നാൽ പിന്നെ കൊച്ചിയിൽ നമുക്ക് ഉയരെ ചെയ്യാം. അപ്പം നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനീസിന് അടുത്ത് നമ്മൾ കൊട്ടേഷൻ എടുക്കണം. ആ കൂട്ടത്തിൽ വന്ന ഒരു കമ്പനിയായിരുന്നു ഉദയാപ്രോയുടെ CEO എന്ന് പറഞ്ഞിട്ട് നിജുരാജ് എന്ന് പറഞ്ഞ വ്യക്തി ഫസ്റ്റ് ടൈം ഷാൻ റഹ്മാൻ മ്യൂസിക് കൺസർവേറ്റീവ് എന്റെ സ്ഥാനത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ഈ നിജുരാജുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു, ഓക്കെ ഉദയാപ്രോ ഫിക്സ്ഡ് എന്ന് പറഞ്ഞു. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് സ്പോൺസേഴ്സിനെ നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു എൻക്വയറിയും കൂടി വന്നു. അതായത് വലിയ ഉയരം അല്ലാതെ ഒരു ചെറിയ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് സ്പോൺസേഴ്സിനെ കിട്ടുന്നില്ല. ഞങ്ങൾ വിചാരിച്ചാൽ പിന്നെ ഇത് വേണ്ട, നമുക്ക് മറ്റൊരു അവസരത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എന്ന്, നമുക്ക് ഈ ചെറിയ ഷോ നമുക്ക് ചെയ്യാം. അപ്പം അത് നമ്മളിപ്പോൾ ഉദയാപ്രോട് നമ്മൾ കമ്മിറ്റ് ചെയ്തതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഉദയാപ്രോടെ ഈ CEO-നെ നമ്മൾ വിളിച്ചു പറഞ്ഞു, നമുക്ക് നിങ്ങളുടെ സൗണ്ട് വേണ്ട, കാരണം നമ്മൾ ചെറിയ ഷോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുള്ളത് എന്ന് വെച്ചാൽ നിജു പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിൽ വ്യത്യാസം. നിജു പറഞ്ഞത് ഈ ഷോ മാറ്റിവെക്കാനുള്ള കാര്യം ഇത് പറയുന്ന പോലെ വലിയ ഷോ ചെറിയ ഷോ എന്ന കാര്യമായിരുന്നില്ല. നവംബർ നടക്കുന്ന ഷോ മാറ്റിവെക്കാനുള്ള കാര്യം വയനാട് നടന്ന ദുരന്തമാണ്. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ആ രീതിയിലൊരു ക്ലാരിറ്റി കൊടുക്കണമായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞ കള്ളമാണെന്ന് പറയണമായിരുന്നു. അതല്ലാതെ കാര്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഏതാണ് സത്യം എന്നുള്ളത് ആൾക്കാർ കൺഫ്യൂഷനായി. നിങ്ങൾ പറയുന്നതാണോ നിജു പറയുന്നുള്ളത്? രണ്ടാമത്തെ കാര്യം, ഈ ഷോ ജനുവരിയിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുമ്പോൾ ഇതിന്റെ പ്രൊഡക്ഷനായിട്ട് ഇവർ വരുന്നതിന് പിന്നിലുള്ള കാരണം സ്പോൺസറെ ലഭിച്ചില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്പോൺസറെ ലഭിച്ചില്ല ജനുവരി നടക്കുന്ന പരിപാടിക്ക്. അപ്പോഴാണ് ഇവർ 25 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വലിയ ഉയരെയും ചെറിയ ഉയരെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വലിയ ഉയരെ ഇൻ ടേംസ് ഓഫ് കോസ്റ്റ്
വലിയ വിവരയ്ക്ക് എത്രയാണ് കോസ്റ്റ്, ചെറിയ വിവരയ്ക്ക് എത്രയാണ് കോസ്റ്റ്, എന്നാലേ നമുക്കിതൊക്കെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ കഴിയും. അല്ല നിങ്ങളിപ്പോൾ വലിയ വിവരം നടത്താൻ തീരുമാനിച്ചു, അത് നടത്താൻ കഴിയുമ്പോൾ ചെറിയ വിവരം നടത്താൻ തീരുമാനിച്ചു, അപ്പോൾ 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അവിടെ തീർത്തണം 25 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പൊ നിജുരാജാണ് പറയുന്നത് അദ്ദേഹത്തിന് വേറൊരു കമ്പനി ഉണ്ട്, അറോറ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവര് ഈ 25 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ നിജു 25 lakhs പ്ലസ് പ്രൊഡക്ഷൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. 25 lakhs ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ. നിജുയുടെ കണ്ടീഷൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 70% ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് പരിപാടിയുടെ പേര് അറോറ ഫെസ്റ്റ് എന്ന് വെക്കണം. പിന്നെ അതുപോലെ ബാക്കി മീഡിയയുള്ള കൊളാബറേഷൻസ് എല്ലാം അറോറയ്ക്ക് പോകണം. ടാഗ്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റേഴ്സിലും എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റുകളുടെ പോസ്റ്ററുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനകത്തും അറോറ എന്റർടൈൻമെന്റ്സിന്റെ ടാഗ് വേണം, ഇദ്ദേഹത്തിന്റെ ടാഗ് വേണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ. എല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു എക്സെപ്റ്റ് പരിപാടിയുടെ പേര്. അപ്പൊ അത് നമുക്ക് ഉയരെ തന്നെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിന് അദ്ദേഹം എഗ്രിയും കൂടെ ചെയ്തു. അങ്ങനെ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ ഷോ അനൗൺസ് ചെയ്തു. അങ്ങനെ ഡിസംബർ 1st വീക്കായി, ഡിസംബർ 2nd വീക്കായി. നിജുയുടെ സൈഡിൽ എഗ്രിമെന്റ് ഇല്ല, ഒരു അഡ്വാൻസ് പേയ്മെന്റ് പോലും ഇല്ല. ഇവിടെയും ഡിസ്പാരൻസി വന്നിട്ടുണ്ട്. കാരണം ജനുവരിയിൽ ഈ ഷോ നടക്കാനായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് ഇങ്ങനല്ല ആ സമയത്ത് നിജു പറയുന്നവരെ നിജു അല്ല ആ സമയത്ത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ 25 ലക്ഷം കൊടുക്കാവുന്ന ധാരണ നിൽക്കുന്നത്. ജനുവരിയിലേക്ക് ഇവരുടെ പ്രൊഡക്ഷൻ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഈ ഷോ മാറ്റിവെക്കാൻ പോകണമെന്ന് പറഞ്ഞത്. അതിലെന്താണ് നിങ്ങൾക്ക് മറുപടി പറയുന്നത്? അതല്ല ഇവിടെ കൃത്യമായിട്ട് പറയേണ്ട ഒരു മറുപടി. നിങ്ങളതൊരു വേറെ എങ്ങും തൊടാതെ പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അതായത് ഉദയ പ്രോ അല്ല ഇത് ചെയ്യുന്നത്, അറോറയാണ്. അത് നോട്ട് ചെയ്യാൻ പറയുന്നവരെ പിന്നീട് ഷാൻ റഹ്മാൻ പറയുന്ന ചില കാര്യത്തിൽ അത് ചേർച്ചയില്ലാതെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നിങ്ങൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാവുന്നു. അതായത് 30% 40% എഗ്രിമെന്റ് ഉണ്ടാവുന്നു. ചെയ്യാവുന്ന 25 ലക്ഷം രൂപ അയാള് നിങ്ങൾക്ക് തരാമെന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുമെന്നാണോ പറഞ്ഞത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന ഒരു എഗ്രിമെന്റ് നിങ്ങൾ ഇപ്പോൾ കുറച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ എഗ്രിമെന്റിന്റെ കോപ്പി എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ട് നിങ്ങൾ പുറത്തുവിടാത്തത്? സൈൻ ചെയ്തിട്ടുള്ള കാര്യം പോട്ടെ, നിങ്ങൾ നിജുവിന് അയച്ചു കൊടുത്ത എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആ എഗ്രിമെന്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാത്തത്? അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതൊന്നുമില്ലാതെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ രണ്ടുപേരും വന്ന് വായ്ത്താളം മാത്രമാണ് കേട്ടോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഈ വായ്ത്താളത്തിലൊക്കെ അർത്ഥം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടും ചെയ്തു. നമ്മുടെ സൈഡിൽ എക്സ്പെൻസസ് വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ നിജുവിനോട് ചോദിച്ചു, നിജു ഈ 25 lakhs ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതൊന്ന് 35 lakhs ആക്കാൻ പറ്റുമോ? കാരണം നമ്മുടെ സൈഡിൽ എക്സ്പെൻസസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പൊ അതിന് അദ്ദേഹം എഗ്രി ചെയ്തില്ല. പകരം നമുക്ക് പ്രോഫിറ്റിന്റെ ഷെയറിംഗ് മാറ്റാം എന്ന് ഈ രണ്ടുപേരും മ്യൂച്വലി എഗ്രി ചെയ്തു. അതായത് നേരത്തെ 70-30 ആയിരുന്നു, 70 നിജു 30 നമ്മൾ എന്നുള്ളത്. അത് മാറിയിട്ട് 60-40 മാറി. 60 നിജുവിനും 40 നമുക്കും. അങ്ങനെ ജനുവരി 14 തീയതിയായി. നിജു എഗ്രിമെന്റും തരുന്നില്ല, പൈസയും തരുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നിജുവിന് അയച്ചു കൊടുത്തു. അപ്പൊ പുള്ളി ജനുവരി 16 തീയതി ഒരു 5 ലക്ഷം രൂപ എന്റെ കമ്പനിയിലേക്ക് ഇട്ടു. ഈ കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഈ പറയുന്നുണ്ട് ഈ എഗ്രിമെന്റ് അങ്ങോട്ട് അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് അതിന്റെ ചാറ്റിംഗ് കാണിക്കുന്നുണ്ട്. പക്ഷെ എഗ്രിമെന്റ് എന്താണെന്ന് കാണിച്ചു തരുന്നില്ല. ഇതിലൊരു കൺഫ്യൂഷൻ വന്നിട്ട് അങ്ങോട്ട് പോകുന്ന ഭാഗത്തൊക്കെ പറഞ്ഞ് ഇയാൾ പാർട്ട്ണറാണെന്ന് പറയുന്നു. ആ പാർട്ട്ണർ ആകാൻ പറയുന്ന ഒരു റീസൺ പറയുന്നത് പോസ്റ്ററിലൊക്കെ ഇവരുടെ പേരടിച്ചിടണം എന്നുള്ള. അതിപ്പോ ഏത് പോസ്റ്ററിലാണ് സ്പോൺസർമാരുടെ പേരടിക്കാത്തത്? അവരുടെ പേര് നമ്മൾ സൈഡിലടിക്കും. ഇനി അങ്ങനെ അടിക്കുന്നതിനെ കാശ് മേടിക്കാറുണ്ട്. ഇപ്പോൾ ഇവരകത്ത് ഏതോ പെർഫ്യൂം പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞൊരാളെ പോസ്റ്ററിൽ കാണാം, അവരെ നമ്മളെ കാശ് മേടിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട്ണറാണോ പ്രൊഡ്യൂസറാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന എഗ്രിമെന്റിന്റെ കോപ്പി ഇതിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. മറ്റൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവം, ഈ 5 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. 5 ലക്ഷമല്ല അയച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണ്, 5,96,000 രൂപ GST അനുസരിച്ച്. ഇത് ഞാൻ പറഞ്ഞതല്ല, കഴിഞ്ഞ ദിവസം നിങ്ങൾ പുറത്തുവിട്ട പ്രസ് റിലീസിലെ സ്ക്രീൻഷോട്ടിൽ കിടക്കുന്ന കാര്യമാണ്. അത്രയും പൈസയാണ് അയച്ചിരിക്കുന്നത്, പ്ലസ് GST ആണ് അയച്ചിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മറ്റേത് ഇയാൾ പറയുന്നത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഏത് കോസ്റ്റാണ് ഇവർ പറഞ്ഞത്? ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഇയാൾ 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഷാൻ റഹ്മാനോട് പറയാത്തൊരു കാര്യമുണ്ട്. എത്രയാണ് ഇതിനകത്ത് ഷാൻ റഹ്മാൻ ഇൻവെസ്റ്റ്മെന്റ്? ഞാൻ മനസ്സിലാക്കിയത് 35 ലക്ഷം രൂപയോളം നിങ്ങൾ സ്പോൺസർഷിപ്പ് പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? ഇവിടെ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ഇത്ര പൈസ കൂടും, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ കുറച്ച് പൈസ ചിലവായി തുടങ്ങുന്നു, പക്ഷേ എത്ര രൂപയാണ് നിങ്ങൾ ചിലവാക്കാമെന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയോടെ വരുത്തിയിട്ടില്ല. ആകെ പറയുന്നത് ഇയാൾ 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ അതിൽ 5 ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുന്നത്. 5 ലക്ഷമല്ല, GST അടക്കം 5,96,000 രൂപയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 5 ലക്ഷം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ലക്ഷത്തിനെ പറ്റി പുള്ളി FIR മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിയുടെ മൊഴിയിലും, പോലീസിന് പുള്ളി കൊടുത്ത മൊഴിയിലും ഇങ്ങനെ ഈ 5 ലക്ഷം പ്ലസ് GSTയുടെ ഒരു അഡ്രസ്സും ഇല്ല. അല്ല, അത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്, പിന്നീട് ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം അത് ആ സംഭവത്തിൽ കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം അയാൾ തന്ന പൈസ തിരിച്ചു കൊടുത്തു. ഇനി അയാൾ പൈസ തന്നില്ല എന്ന് മറച്ചു വെച്ചതുകൊണ്ട് അയാൾക്ക് എന്താ അഡ്വാൻറ്റേജ് ആണുള്ളത്? അങ്ങോട്ട് ഞാൻ പൈസ കൊടുത്തില്ല, കാരണം ഇയാൾ സംസാരിക്കുന്നത് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുത്ത പൈസയെക്കുറിച്ച് FIR പറഞ്ഞില്ല എങ്കിൽ
അതുകൊണ്ട് നിജുവിന് സത്യത്തിന് നഷ്ടമല്ലേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ അങ്ങോട്ട് ഇത്ര പൈസ കൊടുത്തു സാറേ, എന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ഇല്ലാതല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് 5 ലക്ഷം തന്നിട്ടാണ് അത് മറച്ചു വെച്ചെങ്കിൽ പറയാം ഇത്ര പൈസ തന്ന് മറച്ചു വെച്ചു. അപ്പോൾ ആ ഒരു ന്യായർ അവിടെ പറഞ്ഞതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ 24-ാം തീയതി ഷോയുടെ തലേ ദിവസം ആ വെന്യൂർ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത്. അതായത് ഉദയ പ്രോ അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അത് നമ്മളിൽ നിന്നത് മറച്ചു വെച്ചു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ ഉദയ പ്രോ വേണ്ടാന്ന് പറയും. ഇവിടെയാണ് ഞാൻ ചോദിച്ചത്, ഈ ഉദയ പ്രോ വെച്ചുള്ള കോസ്റ്റ് എന്താണെന്ന് നേരത്തെ നിങ്ങൾ പറയുന്നില്ല. ഉദയ പ്രോ തന്നെ വേണമെന്ന അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല. കാരണം ഉദയ പ്രോ അല്ല, എനിക്ക് അറോറ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു വേറെ കമ്പനി ഉണ്ട്, അപ്പൊ അതിന്റെ ബാനറിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഉദയ പ്രോയുടെ പ്രൊഡക്ഷൻ അവിടെ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് എവിടെ? ഇതാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഈ എഗ്രിമെന്റ് കാണിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾ ഞെട്ടി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാം. ഇവിടെയൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവ് കാര്യമായിട്ടുണ്ട്. കാര്യം ശരി, നിങ്ങൾ ക്രിസ്പായിട്ടും ക്ലിയറോടെ പറഞ്ഞു എന്ന് പറയാം. പക്ഷെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പല സംഭവങ്ങളായിട്ട് ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ കുറേയൊക്കെ ഡിസ്പാരൻസി അതിനകത്തുള്ള കാര്യം അംഗീകരിക്കാതെ വയ്യ. അപ്പൊ ഇതിൽ രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്ഷൻ കമ്പനി, അതായത് ഇപ്പോൾ ഉദയ പ്രോ അല്ലാന്ന് നമുക്ക് മനസ്സിലായല്ലോ, നമ്മളെ അറിയിച്ചതില്ല. ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലാതെ ഉയരയുടെ പാർട്ണർ എന്ന് പറഞ്ഞിട്ടാണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം ഉയരയുടെ പാർട്ണറാണ്. കാരണം പോസ്റ്റിൽ പേരുണ്ട്, പുള്ളിയുടെ ടാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസിന് പുള്ളി മാറി. അപ്പൊ ഇതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആയിട്ട് എനിക്ക് തോന്നി. ഇവിടെയാണ് ഷാനെ എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നം തോന്നിയത്. നിങ്ങൾ പറയുന്നത് ഇയാൾ പാർട്ണറാണ്. പാർട്ണറാണെങ്കിൽ യു ഷുഡ് ടെൽ എന്താണ് പാർട്ണർഷിപ്പ് ടേംസ്. അതിനകത്ത് പറയുന്ന പ്രോഫിറ്റിന്റെ ലാഭം ഷെയർ ചെയ്യുന്ന കാര്യം മാത്രമാണ് അത് പറയുന്നത്. ഒരു പാർട്ണർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് രണ്ട് രീതിയിലാണ്. ചിലപ്പോൾ ഒരാൾ വർക്കിംഗ് പാർട്ണർ ആയിരിക്കും, അയാളുടെ ലേബർ മാത്രമായിരിക്കും. പക്ഷെ അത് എത്ര ടേമിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയാണ് ലേബറിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ എല്ലാം പറഞ്ഞിട്ടാണ് അവരുടെ പാർട്ണർഷിപ്പിൽ വരുന്നത്. അല്ലാത്ത കേസിൽ ഇയാൾ സ്വന്തം കയ്യിൽ പൈസ കൊടുത്ത് 25 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിക്ക് 25 ലക്ഷം രൂപ അങ്ങോട്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആളത് പ്രൊഡ്യൂസർ തന്നെയല്ലേ. ഇനി പ്രൊഡക്ഷൻ മാനേജറാണെന്ന് പറഞ്ഞത് ഒരു പക്ഷേ ടൈം തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പ്രോഗ്രാമിന്റെ പ്രൊഡക്ഷൻ ടീമാണ് ഞങ്ങളെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു കമ്പനിയെ തന്നെ വരാൻ പാടില്ലെന്ന ടേംസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, അതും നിങ്ങൾ കൃത്യമായിട്ടെങ്കിലും പറയുന്നുമില്ല. ഉദയ പ്രോ അല്ലാതെ മറ്റൊരു കമ്പനിയെ കൊണ്ടുവരാൻ പാടില്ല എന്ന് നിങ്ങൾ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു, അത് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ അയാൾ വന്നില്ല, ഇയാളാണ് വന്നത്, അയാളോട് പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞു, പക്ഷേ ഇയാൾ പാർട്ണറാണെന്ന് പറയുന്നു. എന്നാൽ പാർട്ണർഷിപ്പിന്റെ ടേംസ് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ലേ പാർട്ണർഷിപ്പ് ആവുന്നത്. നേരത്തെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞൊരു 35 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ്, അതായിരുന്നു നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ നിങ്ങൾ ആ 35 ലക്ഷം റേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇതിലൊക്കെ കൂടി ക്ലാരിറ്റി വരുത്തിയാൽ ഇതൊക്കെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആകുകയുള്ളൂ. നമ്മളിൽ നിന്ന് മറച്ചു വെച്ച മറ്റൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആയിരുന്നു അവിടെ ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത്. അത് ഡ്രോൺ പറത്തി, എന്നിട്ട് പുലർച്ചെ വരെ അവിടെ നിന്നിട്ട് അവന് ജാമ്യം നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് നമ്മുടെ ടീം മെമ്പേഴ്സാണ്. അതായത് അവന് ജാമ്യം നിന്നെന്നാണ് പറയുമ്പോൾ അയാൾ തന്നെയല്ല എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. പിന്നീട് വാർത്തകൾ കണ്ടത് ഷാൻ റഹ്മാനെതിരെ കേസുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ ഇപ്പൊ പറയുന്നു അയാളെ നിങ്ങളാണ് ജാമ്യത്തിലെടുത്തതെന്ന്. ഇനി ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ മറച്ചു വെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അതും ഈ ഫിനാൻഷ്യൽ ഡീലും തമ്മിൽ എന്താണ് ബന്ധം? ഒരു പോയിന്റ് പറയാൻ വേണ്ടിയാണെങ്കിൽ പറയാം, അല്ലാതെ ഈ ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ഡീലുമായിട്ട് എന്താണ് അതിനുള്ള ബന്ധം ഒന്ന് വ്യക്തമാക്കിയ കൊള്ളായിരുന്നു. അങ്ങനെ ഉയരെ ഷോ കഴിഞ്ഞു. നമ്മുടെ സൈഡിലുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തു. ആ സമയത്ത് നിജു ഒരു 45 ലക്ഷത്തിന്റെ ഒരു ബില്ലുമായിട്ട് വന്നു. അപ്പൊ ഇത് എന്തിന്റെ ബില്ലാണെന്ന് റൈറ്റിംഗിൽ തരാൻ പറഞ്ഞു. കാരണം മനസ്സിലായില്ല. അപ്പം റൈറ്റിംഗിൽ വന്നപ്പം അത് ഈ 45 ലക്ഷം എന്നുള്ളത് 47 പിന്നീട് അത് 51. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിജു പാർട്ണറാണ്. പാർട്ണർ എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റും ചെയ്തില്ല. എന്നിട്ട് ഈ പറയുന്ന പോലെ നിജുയുടെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണത്? ആ ന്യായം അങ്ങനെ ഇരിക്കട്ടെ, ആ ന്യായത്തിലേക്ക് ആഡ് ചെയ്ത ചില ചോദ്യങ്ങൾ ചോദിക്കാം. എക്സ്പെൻസ് വഹിച്ചത് ആരാണ്? നിജു ഈ പരിപാടിയുടെ ചെലവ് വഹിച്ചോ ഇല്ലയോ? നിങ്ങൾ പറയുന്നു പാർട്ണറാണെന്ന്. എത്ര രൂപയുടെ ചെലവാണ് നിങ്ങൾ വഹിച്ചത്? അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ 47 ലക്ഷം, 45 ലക്ഷം, 39 ലക്ഷം, 38 ലക്ഷമോ പല ഇതാണ് നമ്മൾ കേൾക്കുന്നത്. ഏതാണെന്നുള്ള കാര്യം ഇനി കൃത്യമായ എക്സ്പെൻസ് ഒക്കെ എവിടേക്കാണ് വന്ന് കണ്ടാൽ അറിയാം. ഈ പൈസ നിജുവിന്റെ കയ്യിൽ നിന്ന് ചെലവായെന്നാണ് പറയുന്നത്. അതായത് ആസ് എ പാർട്ണർ ഹി ഇൻവെസ്റ്റഡ് അല്ലേ? ഇവിടെ നിങ്ങളുടെ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ടേം എന്തായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സംഭവം ഇതൊക്കെ ഒന്നും പറയാതെ വൺ സൈഡായിട്ട് പറയുന്നതിൽ എന്ത് ക്ലാരിറ്റിയാണ് ഉള്ളത്? നിജു അത്രയും പൈസ ഇട്ടോ, അല്ലെങ്കിൽ നിജു ഇപ്പൊ 47 ആക്കിയത് 51 കൂട്ടിക്കൊണ്ടേയിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അയാൾ പൈസ ഇട്ടുന്ന കാര്യം പറയുന്നു. നിങ്ങളുടെ ഭാഗം എത്രയാണെന്ന് കൂടി പറയണ്ടേ? സത്യത്തിൽ നമുക്ക് അറിയേണ്ട കാര്യം,
മൊത്തത്തിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതിപ്പോൾ നിജു പറയുന്ന 51 എടുത്തെന്ന് വിചാരിക്കുമോ, നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഈ പരിപാടിക്ക് സ്പോൺസർഷിപ്പ് എന്ന രീതിയിൽ നേടിക്കൊടുത്തു, അതും കൂടി പറയണ്ടേ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ടേംസ് തരുന്നത്. അതിൽ ഞങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു, ഇത്ര നിജി ഇൻവെസ്റ്റ് ചെയ്തു, ഇത്ര നിജി ഇൻവെസ്റ്റ് ചെയ്തില്ല, ഇത്ര ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നിടത്താണ് ഒരു ക്ലാരിറ്റി ഉള്ളത്. ഇത് ഒരു സൈഡിൽ ഇയാൾ വന്നിട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് ക്ലാരിറ്റി ഉള്ളത്? അത് തന്നെ മറ്റേ സൈഡിലും പറയുന്നത് ഷാൻ റഹ്മാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ കുറഞ്ഞ പക്ഷെ അയാൾ പറയുന്നുണ്ട് ഞാൻ ഇത്ര പൈസ കിട്ടും എന്നുള്ളത്. അതേപോലെ തന്നെ ഷാൻ റഹ്മാനും ഇതൊക്കെ പറയണ്ടേ എത്രയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നത്. അത് മറച്ചു വെച്ചിട്ട് ഒരു പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് ഇത്ര പൈസ ചിലവായി അപ്പോൾ അത് ഞാൻ വായിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് പറയാം എത്രയാണ് നിങ്ങളുടെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ്. അത് മനസ്സിലാക്കാതെ നിജു ആണ് കൂടുതൽ പൈസ ചിലവാക്കിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പൈസ നിജു ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിജുവിന്റെ ഭാഗത്താണ് ന്യായം. അത് എവിടത്തെ ന്യായമെന്ന് വെച്ചിട്ട് കാര്യമില്ല. അതേസമയം നേരെ തിരിച്ചാണെങ്കിൽ നിജു ഇടേണ്ടിയിരുന്ന പൈസ കൂടെ നിങ്ങളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഇത് എവിടത്തെ ന്യായമാണ്. അപ്പൊ ആദ്യം ആ കാര്യത്തിലേക്ക് ഒരു ക്ലാരിറ്റി പറ, എന്നാലല്ലേ ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമ്മൾക്ക് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതിനുശേഷം നിജു നിരന്തരമായിട്ട് സൈറനെ വിളിച്ച് സൂയിസൈഡ് ചെയ്യും, പിന്നെ വേറെ വഴിയില്ല, ആത്മഹത്യ ചെയ്യും. ഉയരെ എന്ന് പറഞ്ഞ ഷോ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ലോസിലാണ്. അത് നിജുവിന് അറിയാം, കാരണം ബുക്ക് മൈ ഷോയുടെ പിന്നെ ഐഡിയും പാസ്വേഡും ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. അപ്പോൾ ഈ 2 ആഴ്ചത്തെ കണ്ടിന്യൂസ് ഹറാസ്മെന്റ്സിന് ശേഷം സൈറ ഓൾമോസ്റ്റ് ഔട്ടായി തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഇട്ട 5 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കണം. ഞാൻ പൊന്നു പോലെ നിനക്ക് അതാണ് നിനക്ക് സമാധാനം തരത്തിന് നീ അത് തിരിച്ചു കൊടുത്തോ എന്ന് ഞാൻ പറഞ്ഞു. ഫെബ്രുവരി 20-ാം തീയതി നിജു ആകെ ഇട്ട 5 ലക്ഷം രൂപ സൈറ തിരിച്ചു കൊടുത്തു. ഓക്കെ, അപ്പം എന്നിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിജു എന്നെ വിളിക്കരുത്, കയ്യിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. 2 കാര്യമുണ്ട് കേട്ടോ. ഒന്ന്, ഷോ നഷ്ടത്തിലാണ് എന്ന് പറയുന്നത്. അപ്പം ആ നഷ്ടം രണ്ടുപേരും ചേർന്നല്ലേ പാർട്ട്നേഴ്സ് ആകുമ്പോൾ താങ്ങേണ്ടത്. രണ്ടുപേരും ചേർന്ന് ആ നഷ്ടം താങ്ങാൻ ശ്രമിക്കണം നഷ്ടത്തിലാണെങ്കിൽ. പക്ഷേ ഈ പറയുന്നത് പോലെ നഷ്ടത്തിലാണെന്ന് നിങ്ങൾ പറയുന്നു, നിജിനും അറിയാമെന്ന് പറയുന്നു. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്കാണ് ക്ലാരിറ്റി കൊടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് നിജുവിനല്ല, ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്കാണ്. അതാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. നിങ്ങൾ ബാക്കിയുള്ളവരോട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്നുള്ളത്. അപ്പോൾ പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ ഒന്ന് എത്ര കിട്ടിയെന്ന് പറയണ്ടേ. എന്നാലല്ലേ ഈ പറയുന്ന കണക്കുകളൊക്കെ ലാഭമാണോ നഷ്ടമാണോ എന്ന് ആൾക്കാർക്ക് പറയുള്ളൂ. നഷ്ടത്തിലാണെന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞോ, ബുക്ക് മൈ ഷോയിലെ കണക്കാർക്കും കിട്ടാതിരിക്കുന്നില്ലല്ലോ. അത് നിങ്ങൾക്ക് പറയാം. എന്തിനാണത് മറച്ചു വെക്കുന്നത്? എഗ്രിമെന്റ് എന്താ കാണിക്കാതിരിക്കുന്നത്? ഇനി അടുത്ത കാര്യം, 5,96,000 രൂപയാണ് GST അടക്കം അങ്ങോട്ട് അയച്ചത്. അപ്പോൾ റീഫണ്ട് ചെയ്യുമ്പോൾ GST അടക്കം തിരിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ലഭിച്ച പണത്തിനല്ലേ നിങ്ങൾ GST അടക്കേണ്ടത്. ആ പണം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നിങ്ങൾ ആ GST ഹോൾഡ് ചെയ്ത് വെക്കുന്നത്? നമ്മൾ റീഫണ്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി ആ സാധനത്തിന് നമ്മൾ ഇത്ര രൂപ GST മേടിച്ചു, നമ്മൾ ആ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ GST അടക്കം എത്ര തുക കൊടുത്തോ ആ പണമാണ് റീഫണ്ട് ചെയ്യേണ്ടത്. ഇത് 5 ലക്ഷം മാത്രമേ നിങ്ങൾ റീഫണ്ട് ചെയ്തിട്ടുള്ളൂ. അത് ഇത് കണക്കാ, അത് മനസ്സിലായില്ല. അതും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തിയ നല്ല കാര്യമായിരുന്നു. ഇവൻ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങി ആത്മഹത്യാ സംഭവം. അപ്പം സൈറ എന്നെ വിളിച്ചിട്ട് സ്ക്രീൻ ചെയ്തിട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവള് കംപ്ലീറ്റ്ലി ഔട്ടായി എന്നുള്ള കാര്യം. അപ്പോഴാണ് ഞാൻ നിജുവിന് ആ ഒരു വോയിസ് നോട്ട് അയക്കുന്നത്. അപ്പോൾ അതിന്റെ ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമാണ് ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരു 5.5 മിനിറ്റ് നീളമുള്ള വോയിസ് നോട്ടാണ്. അപ്പോൾ അതിന്റെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന ചില ഭാഗങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അത് ഞാൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും പുറത്ത് വന്ന കാര്യങ്ങളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ ഇത് തരാൻ പോകുന്നത്. ആദ്യത്തത്, ആർക്കറിയാം ഒറോറ എന്റർടൈൻമെന്റ്സ്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു സംഭവം ഞാൻ പറയേണ്ട കാരണം വെച്ചാൽ സൈറ നിജുവിനോട് പറഞ്ഞു, നിജു ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇത്രയും സെലിബ്രിറ്റീസ് ഒക്കെ ഈ അറോറയുടെ പേരും നിജുയുടെ പേരും ഒക്കെ വെച്ചിട്ട് ഇത്രയും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ അതിന്റെ വിസിബിലിറ്റി എന്തായാലും അറോറക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യം നിജുവിനോട് പറഞ്ഞപ്പോഴും നിജു സൈറയോട് പറഞ്ഞു, ERP ആർക്കറിയാം, അതായത് ഇറ്റേണൽ പ്രൊഡക്ഷൻസ് ആർക്കറിയാം എന്നൊരു വാക്ക് ചോദിച്ചു. ഇതെന്റെ മറുപടിയായിരുന്നു അതിനോടുള്ളത്. ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ അങ്ങനത്തല്ല പറഞ്ഞത്. ഏത് പട്ടിക്കറിയാം അറോറ ഇവന്റ് മാനേജർ, അതിന് ഏത് പട്ടിക്കറിയാമെന്നാണ് ചോദിച്ചത്. ഇനി ERP എന്നുള്ള സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ, ഈ ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടാണ്. ERP എന്ന് കേൾക്കുന്നതും അറോറ എന്ന സംഭവം കേൾക്കുന്നതും ഈ ഒരു സംഭവം. പക്ഷേ ഷാൻ റഹ്മാനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കുറെ നാളായിട്ട് കേൾക്കുന്നതും വളരെ പ്രസിദ്ധനായ ഒരു പാട്ടുകാരാണ്. ERP എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. പൈസ കിട്ടിയില്ലെങ്കിൽ എന്താ, നല്ല പ്രശസ്തി കിട്ടിയില്ലേ, ഇതുവരെ അറോറയെ കുറിച്ച് ആരും അറിയില്ലായിരുന്നു, ഇപ്പം എല്ലാവരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരാൾ പറയുന്ന മറുപടിയല്ലേ ERP കുറിച്ച് ആർക്കറിയാമെന്ന് ചോദിച്ചു. നിങ്ങൾ തിരിച്ചു പറഞ്ഞു ഏത് പട്ടിക അറിയാം അറോറ ഈവന്റ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചു. പക്ഷേ ഈ പൈസ കിട്ടാനുള്ള ആൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസയാണോ വലുത്, അല്ലെങ്കിൽ ഇത് കിട്ടിയ ഈ പ്രോഗ്രാമിനോട് കിട്ടിയ റീച്ചാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നത് മൈൻഡ് ഔട്ടായി പോയെന്ന് പറയുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരാൾ നിരന്തരമായിട്ട് ഫോണിൽ വിളിച്ച് തരാനുള്ള പൈസ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൊടുക്കാനുള്ളവരാണെങ്കിൽ പോലും അവൻ അസ്വസ്ഥത ഉണ്ടാവും.
നിരന്തരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, വിളിച്ചു പറയുക. കേൾക്കുന്ന ആൾക്ക് വലിയ പ്രശ്നമുണ്ട്, അത് മനസ്സിലാക്കുന്നു, ആ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ മാനസികാവസ്ഥയാണ് ഈ പൈസ കിട്ടേണ്ട ആൾക്കാർക്കാണ് പൈസ ചിലത്, അയാൾക്കൊരു മാനസികാവസ്ഥയുണ്ട്, അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. പിന്നെ രണ്ടാമത്തെ വിഷയം നിങ്ങൾ കേൾക്കുക, അതായത് ഞാൻ പറയുന്നത് പൈസ ഞാൻ കൊടുത്തോളാം, അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊരു ചെറിയൊരു ബിറ്റ് കൂടി ഉണ്ടല്ലോ. ഇതിൽ ഒക്കെ നമ്മൾ മറന്നു പോകുന്ന നമുക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാരുണ്ട്, അത് നമ്മുടെ വെൻഡേഴ്സ് ആണ്. അപ്പൊ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ഗവനിക്കണം, അവർക്കുള്ള പൈസ നമ്മൾ കൊടുക്കണം. ഇത് നിജു കൊടുക്കേണ്ട പൈസയാണ് കേട്ടോ. നിജു കൊടുക്കേണ്ട പൈസയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിജു കൊടുക്കുന്ന പൈസ ഈ കൊടുക്കുന്ന ആൾ മാത്രമാണോ പാർട്ട്ണർ? അപ്പോൾ നിജു ആസ് എ പാർട്ട്ണർ പൈസ കൊടുക്കുക, ERP എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഷാൻ റഹ്മാൻ ആസ് എ പാർട്ട്ണർ ബുക്ക് മൈ ഷോയിൽ പൈസ മേടിക്കുക, ഇതാണോ ടേം? അത് മനസ്സിലായില്ല. ഇപ്പം നിങ്ങൾ പറയുന്നത് നിജു കൊടുക്കേണ്ട പൈസയാണ് നിങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്. നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. നിങ്ങൾ സെറ്റിൽ ചെയ്ത എമൗണ്ട് എത്രയാണ്, ഇതിൻ്റെ എക്സ്പെൻസ് എന്ന നിലയിൽ നിങ്ങൾ എത്ര വെൻഡേഴ്സിനെ സെറ്റിൽ ചെയ്തു ആസ് എ പാർട്ട്ണർ. അതിനുശേഷം നിജു സെറ്റിൽ ചെയ്യേണ്ട വെൻഡേഴ്സ് ആരൊക്കെയായിരുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ സെറ്റിൽമെന്റ് ചെയ്തു, അങ്ങനെ പറയുന്നിടത്ത ക്ലാരിറ്റി. അതെ, ഞങ്ങൾ പൈസ കൊടുക്കാൻ തീരുമാനിച്ചു, അത് നിജു കൊടുക്കേണ്ട പൈസയാണ്. പക്ഷെ പൈസ കിട്ടുന്ന കാര്യത്തിൽ മാത്രമേ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല. അതിലാകെ ERPയിലേക്ക് വന്ന പേയ്മെന്റ് മാത്രമേ ഉള്ളൂ, അതിന് വേറെ പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല. അങ്ങനെ പിന്നെ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ബുക്ക് മൈ ഷോയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യായിരുന്നില്ലേ? അപ്പം പിന്നെ വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന പൈസ, ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പരിപാടിക്ക് ഇത്ര പൈസ ചിലവായി, അപ്പം അതിന് പൈസ തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അന്ന് തരാമെന്ന് പറഞ്ഞ പൈസ തന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അയാൾ 25 ലക്ഷം രൂപ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരിട്ട് തരാമെന്ന് പറഞ്ഞതാണോ? കൃത്യമായിട്ട് അഗ്രിമെന്റ് എങ്കിലും ഇത് കാണിച്ചു തരണം. ഇത് അതുമില്ല ഇതുമില്ല, അവസാനം എവിടെയും ഒരു ഏറിൽ നിന്നൊരു കഥ പറയുന്ന പോലെ കാര്യങ്ങൾ പോകുന്നത്. ശരി, വെണ്ടറിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു, അതെങ്ങനെ? അപ്പൊ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുള്ളതിന്റെ സത്യസന്ധമായ കണക്ക് ചോദിച്ചു. ഈ പറഞ്ഞ ഈ പിന്നെ 45, പിന്നെ അത് 47, പിന്നെ 51, ഇതൊന്നും അല്ലാതെ സത്യസന്ധമായിട്ടുള്ള കണക്ക് എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ നിജുവിനെ പേ ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിജു കേസ് കൊടുത്തു, FIR ഇട്ടു. ആ FIR മീഡിയയിലേക്ക് ലീക്ക് ചെയ്തു. അതിൽ നിജുവിന്റെ മൊഴിയും കാണാം നിങ്ങൾക്ക്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഞാൻ പറയുന്ന ഒരു കാര്യമില്ല. അത് നിജു പോലീസിനോടും പറഞ്ഞിട്ടില്ല, മീഡിയയോടും പറഞ്ഞിട്ടില്ല. വെൻഡേഴ്സിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് ഡയറക്റ്റ്ലി ഡിസ്കഷൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ നിജു വെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് അവനൊരു കോംപ്രമൈസിന് തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് 2 പേരെ എന്റെ വീട്ടിലേക്ക് വിട്ടു. അതിൽ ഒരാൾ വെൻഡറുമാണ്, കാരണം അയാൾക്കാരുടെ പ്രോബ്ലം സോൾവ് ആണ്. എന്നിട്ട് എനിക്കൊരു നിജുവിടെ ഒരു വോയിസ് നോട്ടും കേൾപ്പിച്ചു. അതായത് എല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മീഡിയയോട് പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞേക്കാം. ഇതൊരു തെറ്റിദ്ധാരണ. 2 കുടുംബങ്ങൾ അവിടെ ഇരുന്ന് ഉരുകി, നാട്ടുകാരും കൂടെ തെറിയും കേട്ട് ആരും ഔട്ടായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ സമാധാനം ഇല്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ട് എല്ലാം ഒരു തെറ്റിദ്ധാരണ. എൻ്റെ ഉണ്ട് ആ വോയിസ് നോട്ട്. കാരണം ഞാൻ ഈ മീറ്റിംഗ് ഫുൾ ഞാൻ റെക്കോർഡ് ചെയ്തു. കാരണം ബേസിക്കലി എനിക്ക് വിശ്വാസം കുറഞ്ഞു മൊത്തത്തിൽ. അങ്ങനെ ഞങ്ങൾ വെൻഡേഴ്സിനോട് സംസാരിച്ചിട്ട് ഒരു സ്പെസിഫിക് തുകയിൽ നമ്മൾ എത്തി. നമ്മൾ പറഞ്ഞു അത് നമ്മൾ ക്ലിയർ ചെയ്തോളാം. പകരം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിജുവിന്റെ സത്യസന്ധമായിട്ടുള്ള പബ്ലിക് അപ്പോളജി, അല്ലാതെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇതൊന്നുമല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പബ്ലിക് അപ്പോളജി നമുക്ക് വേണം എന്ന് പറഞ്ഞു. വെൻഡേഴ്സ് അത് എഗ്രി ചെയ്തു. എന്നിട്ട് വെൻഡേഴ്സ് പോയി. ഇപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു സീക്വൻസിലാണ് മനസ്സിലാക്കുന്നത്. കേസ് കൊടുത്തതിന് ശേഷം വെൻഡേഴ്സിന് പൈസ കൊടുക്കാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു. അപ്പോൾ കോംപ്രമൈസിന് തയ്യാറാണെന്ന് കരുതി നിജു വരുന്നു. എന്നിട്ട് നിജു പറയുന്നു, അങ്ങനെ നിങ്ങൾ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണ പുറത്ത് സംഭവിച്ചാണെന്ന രീതിയിൽ സംസാരിക്കാമെന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നത് കുടുംബത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് ശരിയാണ്. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരാളുകൾ ഇത് അറിഞ്ഞതിന് ശേഷം അതുണ്ടാക്കാവുന്ന ആഘാതം വളരെ വലുതാണ്. പക്ഷേ ഇവിടെ നിജു ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അയാളെ പക്ഷം പിടിച്ച് പറയുകയല്ല. നിങ്ങൾ വെണ്ടർമാരെ സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ നിങ്ങൾക്കുണ്ടായ ഡാമേജ് അത് കുറക്കാമെന്നല്ലേ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങളതെന്താ ചെയ്തത്? നിങ്ങളത് മാപ്പ് പറയണമെന്ന രീതിയിൽ പറഞ്ഞു, പരസ്യമായിട്ട് മാപ്പ് പറയണം, എന്നാൽ ഇത് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം പറഞ്ഞൊരു സംഭവം ഇവിടെ സിങ്കാവുന്നില്ല. അപ്പോൾ നിങ്ങൾ അന്നേരം പറഞ്ഞ സെൻറ്റിമെൻറ്റ്സ് ഈ വെൻഡേഴ്സിനെയൊക്കെ അവർ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവരാണ്, അവർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹമുള്ള ഒരാൾ എന്തിനാണ് ഈ നിജു മാപ്പ് പറയണ ഡിമാൻഡ് വെക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? കാരണം നിങ്ങൾ ആ മാപ്പ് പറയുന്ന ഡിമാൻഡിന് വേണ്ടി അല്ലല്ലോ വെൻഡേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചത്. അതൊരു ക്ലാരിറ്റി കുറവുണ്ട്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി ഈ പരിപാടി നടന്നിട്ടില്ല, മാപ്പ് പറയുന്ന നേരം നടന്നിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ഡേ ഈ വെൻഡേഴ്സ് നിജുവിനെ പോയിട്ട് കണ്ടു. നിജു എന്ത് ചെയ്തു? നിജു പറഞ്ഞു അത് പറയാൻ പറ്റില്ല. അപ്പൊ വെൻഡേഴ്സ് അതോട് കൂടി ഉടക്കി. വെൻഡേഴ്സ് പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള പൈസയാണിത്, നീയോ തരുന്നില്ല, അവരെങ്കിലും തന്നിട്ട് ഇതിന് തീർക്കട്ടെ എന്ന് പറഞ്ഞു. അതോടുകൂടി വെൻഡേഴ്സിന്റെ ഫോൺ ഇവൻ എടുക്കാതെ ഇവൻ എന്ത് ചെയ്തു? എൻ്റെ ഒരു ബാൻഡ് മെമ്പർ വെച്ചിട്ട് നേരെ വെൻഡേഴ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട് എൻ്റെ ബാൻഡ് മെമ്പറോട് പറഞ്ഞു നിജു നേരിട്ട് വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് കോംപ്രമൈസിലെത്താം. അതായത് വെൻഡേഴ്സിന് പൈസ ഇത്ര ഈ ഒരു സർട്ടൻ എമൗണ്ട് കൊടുക്കാൻ റെഡിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ പൈസ വെൻഡേഴ്സിന് കൊടുക്കേണ്ട പൈസ ഇങ്ങോട്ടേക്ക് മറിക്കാൻ
നേരെ നിജുവിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിൽ വന്ന് പറഞ്ഞോളാം. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്ന് ഞാൻ വെൻഡേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ വെൻഡേഴ്സ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു തരികട പരിപാടി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്കയുടെ വഴിക്ക് വിട്ടോ, അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പൈസ ഞങ്ങൾ മേടിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. ആ ടോപ്പിക് അവിടെ സ്റ്റോപ്പ്. എനിക്ക് ഇപ്പോഴും ക്ലിയർ ആവുന്നില്ല കേട്ടോ. കാര്യം നിങ്ങൾ പറയുന്നത് വെൻഡേഴ്സിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാം. ആ പൈസ ഇയാളല്ലേ കൊടുക്കേണ്ടത്. വെൻഡേഴ്സിന് കൊടുക്കേണ്ട പൈസ നിങ്ങൾ തന്നെ പറയുന്നു ഇയാൾ സെറ്റിൽ ചെയ്യാനുള്ള പൈസയാണെന്ന് പറയുന്നു. അപ്പോൾ ഇയാൾക്ക് സെറ്റിൽ ചെയ്യാനുള്ള പൈസ അങ്ങോട്ട് കൊടുത്താൽ പോരെ? അവിടെ നിങ്ങൾ എന്തിനാണ് നേരെ വെൻഡേഴ്സിനെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ തന്നെ വെൻഡേഴ്സ് പറയുന്നത് നിൽക്കാതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറയുന്നു. നോ ലോജിക് അറ്റ് ഓൾ. ഇയാളാണ് ഇതിൻ്റെ പാർട്ട്ണർ, ഇയാളാണ് അവരെ സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പൈസ ഇട്ട് അയാൾ സെറ്റിൽ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? ഇനി ആ പൈസ അടിച്ചു മാറ്റുമോ എന്നുള്ള ഭയം കൊണ്ടാണോ പറയുന്നത്? നിങ്ങൾക്ക് എന്തായാലും വെൻഡേഴ്സിനോട് പറഞ്ഞാൽ പോരുതാ നിങ്ങളുടെ ബില്ല് ഇത്രയുമാണ്, എന്തായാലും നിങ്ങൾ വെൻഡേഴ്സിനെ വിളിച്ച് മീറ്റിംഗ് കൂട്ടി അവരെന്തായാലും സത്യസന്ധമായ, നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ സത്യസന്ധമായ വരവേല കണക്കുകൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ പണി ഇയാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ആ പൈസ കൊടുക്കും എന്നല്ലേ? അവരെ പാടെ അവരാ പൈസ ഡീൽ ചെയ്തോളും. നിങ്ങൾക്കാണെങ്കിൽ പൊതുജനമധ്യത്തിൽ പറയാം എന്താ ഇയാൾക്ക് വെൻഡേഴ്സിന് കൊടുക്കാനുള്ള ഇത്ര പൈസ ഞങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു, ആ പ്രശ്നം തീരില്ലേ? പക്ഷെ അവിടെയും ഒരു മൂട് പടം. വെൻഡേഴ്സ് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നത് എന്നാൽ പിന്നെ ആ പൈസ കൊടുക്കുക, എന്താ വെൻഡേഴ്സിനും പൈസ വേണ്ടേ? അവരൊരു കണക്കിന് പൈസ കിട്ടുമെന്നായി. മാത്രമല്ല ഇയാൾ ഈ പറയുന്ന പോലെ ഇയാളുടെ അടുത്ത് പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ആവശ്യപ്പെട്ട പോലെ മാപ്പ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ വെൻഡേഴ്സിൻ്റെ പ്രശ്നം സോൾവ് ആയില്ലേ? പിന്നെ എന്തിന് വെൻഡേഴ്സ് വീണ്ടും വന്നിട്ട് വേണ്ട ഞങ്ങൾ അവനെ നിന്ന് മേടിച്ചോളാം എന്ന് പറയുന്നു? ഇവിടെയൊക്കെ ക്ലാരിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതൊക്കെ അങ്ങാട് എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായി തെറ്റണെന്ന് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ നിജു കണക്ക് കൂട്ടി കാണിച്ചിട്ടുണ്ടാവും. കാരണം പ്രോഫിറ്റ് ഷെയറിൽ നിങ്ങൾക്ക് 40% തരണമല്ലോ. അപ്പോൾ അത് കുറക്കുന്നതിന് വേണ്ടി ഇയാൾ ചിലപ്പോൾ ചിലവ് കൂട്ടി കാണിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ സ്വാഭാവികമായിട്ട് സംശയിക്കുന്നു. ആദ്യം തന്ന 39, പിന്നെ നിങ്ങൾ പറയുന്നത് 45, 47, 51 എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് തരേണ്ട 40% കുറക്കുന്നതിൻ്റെ അയാൾ ചിലപ്പോൾ കൂട്ടി കാണിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ ആ സംഭവം വെൻഡേഴ്സിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നവർ അവിടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ആ പണം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ബുക്ക് മൈ ഷോ, വാട്ട് യു റിസീവ്ഡ് ഇൻ ബുക്ക് മൈ ഷോ, അതിൽ നിങ്ങൾ ഇത്ര പൈസ ഇയാൾക്ക് വേണ്ടി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം സേഫായനെ. പക്ഷെ അതില്ലാതെ വീണ്ടും ഈ ഒരു ക്ലാരിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഞാനിതൊരു വ്യക്തത വരുത്താനാണെന്ന് പറയുന്നതിൽ എനിക്കിപ്പോഴും നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയിട്ട് തോന്നുന്നേയില്ല. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 29-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ മൊഴി കൊടുത്തു. അപ്പോൾ നമ്മൾ എന്തായാലും കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഒരു എക്സ്പ്ലനേഷനായിട്ട് വരില്ല. കാരണം മതിയായി, എനിക്ക് സത്യം പറയാലോ, എനിക്ക് മതിയായി. എനിക്ക് പണിയെടുക്കണം, എനിക്കും എൻ്റെ ഫാമിലിക്കും ജീവിക്കണം. അപ്പോൾ ഇനി ദയവേത് നമ്മൾ ഉപദ്രവിക്കരുത് പ്ലീസ്. ഇല്ല, ഉപദ്രവമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നതുകൊണ്ട് മാത്രം അതിനകത്ത് സിങ്ക് ആവാത്ത സംശയം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ആൻസർ തരാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, നിങ്ങൾക്ക് ജോലി ചെയ്യണം, നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കണം. അതേ കൺസിഡറേഷൻ തന്നെ മറുവശത്തിരിക്കുന്ന നിജുവിനും ലഭിക്കണം. അയാൾക്കും ജോലി ചെയ്യണം, അയാൾക്കും ജീവിക്കണം. അപ്പോൾ ഇതിലൊരു വൈറ്റ് പേപ്പർ ഡിക്ലറേഷൻ ഉണ്ടാവണം കൃത്യമായിട്ട്. ഒന്ന് എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇയാൾ പാർട്ട്ണറാണോ പ്രൊഡ്യൂസറാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്തായാലും ഒരു എഗ്രിമെൻ്റ് എഴുതുമ്പോൾ എഴുതുമല്ലോ ഇയാളുടെ റോൾ എന്താണെന്നുള്ളത്, അത് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എത്ര, ഇയാളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എത്ര, അപ്പോഴാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ആവുന്നത്. ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ എത്ര ഇട്ടു, നിജു എത്ര ഇട്ടു, ഇതിൽ എത്ര രൂപ നഷ്ടം വന്നു, പാർട്ട്ണർഷിപ്പ് അനുസരിച്ചിട്ട് എത്ര % നഷ്ടമാണ് രണ്ടുപേരും സഹിക്കേണ്ടത്. അതനുസരിച്ചിട്ട് കൂടുതൽ നഷ്ടമാണ് നിജു സഹിച്ചതെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അത് കോമ്പൻസേറ്റ് ചെയ്യണം. കാരണം ബുക്ക് മൈ ഷോയിലൂടെ ലഭിച്ച പണം ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, അത് ഇയാൾ കൊടുത്തിട്ടില്ലല്ലോ. മാത്രമല്ല ആകെ നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന തുക 5,96,000 രൂപ നിങ്ങൾക്ക് GST അടക്കം ലഭിച്ചതിൽ 5 ലക്ഷം രൂപ മടക്കി കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഈ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തിയിരുന്നെങ്കിൽ ഇതിനൊരു ക്രിസ്പ് ആൻഡ് ക്ലിയർ എന്നൊക്കെ പറയാം. അല്ലാതെ ഒരു ഫാൻ ബോയ് എന്ന പോലെ വന്നിരുന്നിട്ട് വാവ് സൂപ്പർ ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറയാം. പക്ഷേ അത്യാവശ്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ കൂടുതൽ പുകമറ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രേക്ഷകർക്ക് ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത്, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.